നമസ്കാരം. ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എപ്പോഴും സംഘർഷഭരിതവും സങ്കീർണവുമാണ്. 1947 വിഭജനം മുതൽക്കേ പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങളെയും ഭീകരവാദ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. സ്വന്തം പരമാധികാരവും അതിർത്തി സുരക്ഷയും സംരക്ഷിക്കുന്നതിനൊപ്പം മേഖലയിൽ ശാന്തിയും സമാധാനവും പുലരണമെന്ന ഉത്തരവാദിത്തമുള്ള നിലപാടാണ് ഭാരതം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഭാരതത്തിൻ്റെ ഈ സമാധാനപരമായ നിലപാടിനെ ദുർബലതയായി കണ്ട് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എക്കാലവും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയും സാമ്പത്തിക മുന്നേറ്റവും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ മാതൃകയാകുമ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പരാജയങ്ങളും സാമ്പത്തിക തകർച്ചയും മറച്ചുവെക്കാൻ ഭാരതവിരുദ്ധ വികാരം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കശ്മീർ വിഷയത്തിലായാലും അതിർത്തി തർക്കങ്ങളിലായാലും അന്താരാഷ്ട്ര വേദികളിൽ കള്ളപ്രചരണങ്ങൾ നടത്തുന്ന സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. എന്നാൽ വസ്തുതകളും ചരിത്രപരമായ തെളിവുകളും ഉയർത്തിക്കാട്ടി ഇത്തരത്തിലുള്ള എല്ലാ വ്യാജ പ്രചാരണങ്ങളെയും നയതന്ത്ര തലത്തിൽ തകർക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. ഭീകരവാദത്തെയും നയതന്ത്ര ചർച്ചകളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ല എന്ന ശക്തമായ സന്ദേശം നൽകാൻ ഭാരതത്തിന് കഴിഞ്ഞത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. ഭാരതത്തിൻ്റെ സമാധാനപരമായ നിലപാടുകളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെയും ശക്തമായ തിരിച്ചടിയാണ് ഭാരതീയ സൈന്യം പാകിസ്ഥാന് നൽകിയിട്ടുള്ളത്. ഭീകരവാദത്തിൻ്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ തന്ത്രപരമായ സൈനിക നീക്കങ്ങൾ ഭാരതത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെയും ഉറച്ച രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും തെളിവാണ്. സ്വന്തം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും ഭാരതം എടുക്കുന്ന തീരുമാനങ്ങൾ തികച്ചും ന്യായയുക്തവും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതവുമാണ്. വൻ ശക്തികളുടെയോ മറ്റ് രാജ്യങ്ങളുടെയോ സ്വാധീനത്തിന് വഴങ്ങാതെ സ്വന്തം സുരക്ഷ മുൻനിർത്തി തീരുമാനമെടുക്കാനുള്ള വിദേശ നയം ഭാരതത്തിൻ്റെ കരുത്ത് വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയുമായ ഭാരതം ദക്ഷിണേഷ്യൻ മേഖലയുടെ സുസ്ഥിരതയ്ക്ക് എപ്പോഴും നിർണായകമാണ്. പാകിസ്ഥാനിലെ സാമ്പത്തിക അസ്ഥിരതയും സൈനിക ഇടപെടലുകളും മേഖലയ്ക്ക് ഭീഷണിയാകുമ്പോൾ ഭാരതം സാങ്കേതിക വിദ്യയിലും വികസനത്തിലും പ്രതിരോധത്തിലും കൈവരിക്കുന്ന നേട്ടങ്ങൾ ലോകശ്രദ്ധ നേടുന്നു. ശത്രുരാജ്യങ്ങളുടെ അനാവശ്യ പ്രകോപനങ്ങൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും മുന്നിൽ പതറാതെ സ്വന്തം പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് ലോകത്തെ മുൻനിര രാഷ്ട്രമായി മുന്നേറാൻ ഭാരതത്തിന് സാധിക്കുന്നുവെന്നത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ഹസൻ സഫർ നടത്തിയ ചില നിരീക്ഷണങ്ങൾ രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങളെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന പേരിൽ ഭാരതം പുതിയൊരു സൈനിക നീക്കത്തിന് മുതിർന്നേക്കാമെന്നും പാകിസ്ഥാൻ്റെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുമാണ് അയാളുടെ അവകാശവാദം. എന്നാൽ ഈ പ്രസ്താവനകൾ വ്യക്തിഗത നിരീക്ഷണങ്ങൾ മാത്രമാണ് എന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നുമില്ല എന്നതും വസ്തുതയാണ്. എങ്കിലും ദക്ഷിണേഷ്യൻ സുരക്ഷാ അന്തരീക്ഷത്തിലും വ്യോമസേനാ ശേഷിയിലും ഇത്തരം അഭ്യൂഹങ്ങൾ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിടുന്നത്. പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സ് കാമ്ര എന്ന സുപ്രധാന പ്രതിരോധ നിർമ്മാണ കേന്ദ്രത്തെയാകും ഭാരതം ലക്ഷ്യമെടുക്കുന്നതാണ് പ്രധാന ആരോപണം. പാകിസ്ഥാനും ചൈനയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത JF-17 തണ്ടർ യുദ്ധവിമാനങ്ങളുടെ പ്രധാന നിർമ്മാണശാലയും അറ്റകുറ്റപ്പണി കേന്ദ്രവും പ്രവർത്തിക്കുന്നത് ഈ കാമ്രയിലാണ്. പാക് വ്യോമസേനയുടെ നട്ടെല്ലായി കരുതപ്പെടുന്ന ഈ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ ശേഷിയെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കും. കാമ്രയിലെ സൗകര്യങ്ങൾ തകരാറിലാകുന്നത് പാകിസ്ഥാൻ്റെ എയ്റോസ്പേസ് സാങ്കേതിക വിദ്യയുടെയും യുദ്ധവിമാന അറ്റകുറ്റപ്പണികളുടെയും വേഗത കുറയ്ക്കുമെന്നതാണ് സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മറുവശത്ത് ഇത്തരം അവകാശവാദങ്ങൾക്ക് പിന്നിൽ യാതൊരുവിധ ഔദ്യോഗിക തെളിവുകളോ രഹസ്യാന്വേഷണ വിവരങ്ങളോ ലഭ്യമല്ല എന്നത് വ്യക്തമാണ്. ഭാരത സർക്കാരോ പാകിസ്ഥാൻ സർക്കാരോ സൈനിക തലത്തിൽ ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുമില്ല. ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും ചരിത്രപരമായ സംഘർഷങ്ങളെയും വിശകലനം ചെയ്ത് നിരീക്ഷകർ നടത്തുന്ന പ്രവചനങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി അകന്നു നിൽക്കാറുമുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിലും പ്രതിരോധ ചർച്ചകളിലും ഇത്തരം വാർത്തകൾ അതിവേഗം പ്രചരിക്കുന്നുണ്ട്. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നിലവിൽ തികച്ചും ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശക്തി ആധുനികവൽക്കരിക്കാനും അതിർത്തി സുരക്ഷ ശക്തമാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഏതൊരു ഭാവി യുദ്ധവും അല്ലെങ്കിൽ സൈനിക നീക്കവും ഈ രാജ്യങ്ങളുടെയും നയതന്ത്ര രാഷ്ട്രീയ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ഭാരതത്തിനെതിരെയുള്ള പാക് സ്പോൺസേഡ് ഭീകരാക്രമണങ്ങൾക്ക് തക്കതായ തിരിച്ചടി നൽകുന്ന സർക്കാരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. ഇനിയും പ്രകോപനമുണ്ടായാൽ
അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഈ സുപ്രധാന കേന്ദ്രത്തെ കൃത്യതയോടെ തകർക്കാനുള്ള അത്യാധുനിക ആയുധശേഷിയും സാങ്കേതിക കരുത്തും ഭാരതത്തിൻ്റെ 3 സേനകൾക്കും ഇന്ന് ലഭ്യമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഭാരതത്തിൻ്റെ മിസൈൽ പ്രതിരോധ ശേഷിയിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ളത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ തന്നെയാണ്. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയിൽ പറക്കുന്ന ബ്രഹ്മോസ് ശത്രു ലക്ഷ്യങ്ങളുടെ റഡാറുകളെ വെട്ടിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുള്ളതാണ്. കരയിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈലിൻ്റെ ദൂരപരിധിക്കുള്ളിലാണ് ക്യാമറ സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ ഭാരതം അടുത്തിടെ സേനയുടെ ഭാഗമാക്കിയ പ്രളയ് ക്വാസി ബാലിസ്റ്റിക് മിസൈലുകളും 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള നിർഭയ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് അതിവേഗം ക്യാമറ പോലുള്ള വിദൂര താവളങ്ങളിൽ പ്രഹരമേൽപ്പിക്കാൻ പ്രാപ്തിയുള്ളവയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാധുനിക പോർവിമാനങ്ങളും ഇത്തരം ദൗത്യങ്ങൾക്ക് ഏറെ അനുയോജ്യമാണ്. റഫാൽ, സുഖോയ് 30 MKI, മിറാഷ് 2000 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും സ്പൈസ് 2000 ബോംബുകളും ശത്രുരാജ്യത്തിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് കടക്കാതെ തന്നെ ദൂരത്തു നിന്ന് വിക്ഷേപിച്ച് നിർണായക കേന്ദ്രങ്ങളിൽ തകർക്കാൻ ശേഷിയുള്ള സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളാണ്. ക്യാമറ പോലുള്ള സംരക്ഷിത സൈനിക താവളങ്ങളുടെ ഭൂഗർഭ ബങ്കറുകളും കമാൻഡ് സെൻറ്ററുകളും തകർക്കാൻ കഴിയുന്ന പ്രത്യേക ആയുധ സാങ്കേതിക വിദ്യ ഭാരതീയ വ്യോമസേനയുടെ പക്കലുണ്ട്. ചുരുക്കത്തിൽ ഭാരതത്തിൻ്റെ അതിർത്തിക്ക് സമീപമുള്ള കാമറയിലെ PAC സമുച്ചയം ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണ ആയുധങ്ങളുടെ പരിധിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പൂർണ്ണതോതിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ശത്രുവിൻ്റെ എയ്റോസ്പേസ് ശേഷിയെ പൂർണ്ണമായും നിർവീര്യമാക്കാനും കാമറ പോലുള്ള കേന്ദ്രങ്ങളെ നിമിഷങ്ങൾക്കകം തകർക്കാനുമുള്ള സാങ്കേതിക വിദ്യയും ആയുധക്കരുത്തും ഭാരതത്തിനുണ്ട്. എന്നാൽ ശത്രുരാജ്യങ്ങളുടെ പ്രകോപനങ്ങൾ ഉണ്ടായാൽ മാത്രം കൃത്യമായ തിരിച്ചടി നൽകുകയും അല്ലാത്ത പക്ഷം പ്രാദേശിക സമാധാനത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള നയതന്ത്ര സമീപനമാണ് ഭാരതം എപ്പോഴും സ്വീകരിച്ചു പോരുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.